എന്താണ് സുഹരി, ഒരു മഴ പെയ്യണ ഒച്ചല്ലേ ഉള്ളൂ, ഹറഫ് ഒരൊറ്റൊന്നുമില്ല, എന്തേ നിങ്ങൾക്ക് പറ്റിയ? എന്തോ ബൈലക്സിൽ തന്നെ എന്തോ മഹാസുനാമി സംഭവിച്ചിരിക്കുന്നു അല്ലേ? ബൈലക്സ് തന്നെ എന്തോ വമ്പിച്ച സുനാമി സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ മൈക്ക് വിടുന്ന സമയത്ത് 240 ആളുകളുണ്ട്. ഇനി ഒറ്റയടിക്ക് 170 മറഞ്ഞു വീണു. ആളുകളൊക്കെ രണ്ടാമത് കയറി വരുന്നുണ്ട്. എന്തോ ഒരു സുനാമി സംഭവിച്ചിട്ടുണ്ട്. മൈക്ക് പോയതൊന്നല്ല, ആകെ ഒന്നായിട്ട് പിടുത്തം വിട്ടിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ? 240 ആളുകൾ ഉണ്ടായിനി അവിടുത്തെ. ഞാൻ മൈക്ക് വിടലും ഒറ്റയടിക്ക് 170 വീണു. രണ്ടാമത് ഇപ്പൊ അങ്ങനെ ആളുകൾ കയറി വരികയാണ്, രണ്ടാമത് തിരിച്ച് കയറി വരികയാണ്. ഏതായാലും ആട്ടെ, സുഹരിന്റെ ശബ്ദം തീരെ ഒരു ഹർഫും കേട്ടിട്ടില്ല. സുഹരിനെ പുറത്ത് തെറിച്ചു പോയി എന്നതുകൊണ്ട് ബൈലക്സിൽ എന്തോ സുനാമി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ പഴയ ആളുകൾ എത്തി. ഇനി സുഹരി ആയാലും മടില അല്ലാത്തവരായാലും വന്നോട്ടെ, സുഹരിനെ കാണാനില്ല, സുഹരിയൊക്കെ തെറിച്ചു പോയതാണ്, തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. മൈക്കൂട്ടു ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ചോദിക്കാൻ വേണ്ടി മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു സഹോദരി ചോദിച്ചതാണ്, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഉംറക്ക് ഇഹ്റാം ചെയ്തതിന് ശേഷമാണ് അവൾക്ക് ഹൈലുണ്ടായതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ചു കൊടുത്താൽ. കാരണം ഒരാഴ്ചക്കുള്ളിൽ 10 ദിവസം കൊണ്ട് പോയി വരുന്നത് കൊണ്ട് ഹൈല് പൂർണ്ണമായി എന്ത് ചെയ്യില്ല, വിരാമം ആകുകയുമില്ല, അത് ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗുളിക കഴിച്ചുകൊണ്ട് നിർത്തുന്നത് കൊണ്ട് ശരീഅത്ത് പരമായിട്ട് വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മൈക്ക് ഇവിടുന്ന്. അസ്സലാമു അലൈക്കും. ഏതൊരു ഇബാദത്തും ചെയ്യുന്നതിന് മുമ്പ്, ആ ഇബാദത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ഫർള് ഐനായ ഇൽമുകൾ പഠിക്കൽ എല്ലാ മുസ്ലിമായ ആണ് പെണ്ണിനും ഫർള് ഐനാണ്. അത് പഠിക്കാതെ ആ ഇബാദത്തിൽ പ്രവേശിക്കൽ തന്നെ ഹറാമാണ്. അതുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് അടിയന്തരമായി അത്യാവശ്യപ്പെട്ട വിഷയങ്ങൾ അറിയുന്ന ഒരാളോട് ചോദിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്, ഇങ്ങനെ സാധ്യതയുള്ള സമയത്ത് സ്ത്രീകൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഉംറ പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ തഹല്ലുലാകും എന്ന ഷർത്തോട് കൂടി ഇഹ്റാം ചെയ്യേണ്ടതാവുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഈവാഹിൽ അത് വ്യക്തമായി തന്നെ ഉണർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ഇഹ്റാം ചെയ്യുമ്പോൾ ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അതായത്, ഇത് പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാകും എന്ന് ഷർത്തോടു കൂടി ഇഹ്റാം ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട റുബാഅത്ത് ബിൻത് സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചതാണ്. അല്ലാഹുമ്മ മഹല്ലി ഹൈസു ഹബസ്തനി, എവിടെയാണോ എനിക്ക് നീ തടസ്സം നേരിടിയിരിക്കുന്നത് അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകും എന്ന് ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ്. അപ്പോ കുറഞ്ഞ ദിവസത്തിന് പോവുകയും ഇടയ്ക്ക് ഹൈലുണ്ടാവാൻ സാധ്യതയും ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഉംറ പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാകും എന്ന ഷർത്തോടു കൂടി ഉംറന്റെ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതാവുന്നു. അതാണ് പറയാനുള്ളത്. ഇനി ഒരു സ്ത്രീ അങ്ങനെ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ഗുളിക കുടിച്ച് നിർത്തുന്നതിന് ഇസ്ലാം ശരീഅത്തനുസരിച്ച് തെറ്റൊന്നുമില്ല. ഹൈല് നിന്ന് ശുദ്ധിയായി കുളിച്ചാൽ തവാഫും സയ്യും ചെയ്യാം. അത് സ്വാഭാവികമായി ഹൈല് നിന്ന് കുളിച്ചാലും വേണ്ടിയില്ല, ഗുളിക കുടിച്ച് നിന്നുകൊണ്ട് ആണ് എങ്കിലും വേണ്ടിയില്ല. ശുദ്ധിയായി എന്ന് ഉറപ്പ് വന്നാൽ കുളിച്ച് ഉംറ തുടങ്ങിയ ഇബാദത്തുകളൊക്കെ ചെയ്യുക. അത് ഗുളിക കുടിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല, അത് വേറെ വിഷയം. അഥവാ ഇനി അങ്ങനെ സംഭവിച്ചാൽ ഇനി എന്താ മാർഗം? ഷാഫി മദ്ഹബിൽ അതിനുള്ള മാർഗം
ഇഹ്സാറിന്റെ തഹല്ലുലാകുക എന്നത് മാത്രമാണ്. ഷർത്ത് വെക്കാതെ അങ്ങനെ ഇഹ്റാം ചെയ്തു, ശുദ്ധിയായുമില്ല, തിരിച്ചു പോരേണ്ടി വന്നു. എന്നാൽ എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം മക്കത്തൊരാളെ ഏർപ്പാട് ചെയ്യുക, ഇഹ്സാറിന്റെ തഹല്ലിന് വേണ്ടി എന്ന നിലക്ക് ഒരു ആടിനെ വാങ്ങി അറുക്കുക. അറുത്തതിന് ശേഷം ഇഹ്സാറിന്റെ തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടുകൂടി മുടി മുറിച്ച് തഹല്ലുലാവുക. ഇതാണ് അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പരിഹാരം. സംഭവിക്കാതിരിക്കാനുള്ള മാർഗമാണ് ഇഹ്റാം ചെയ്യുന്ന സമയത്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാകും എന്ന് ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യുക. അങ്ങനെ ഇഹ്റാം ചെയ്താൽ ആ തടസ്സം നേരിടുന്ന സമയത്ത് ഞാൻ തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടുകൂടി മുടി മുറിച്ചാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ടതില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ അവസാനത്തെ തഹിയ്യാത്തിൽ തവറക്കിന്റെ ഇരുത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ മറന്നിട്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നു. എന്നാൽ പിന്നീട് അയാൾക്ക് ഓർമ്മ വന്ന സമയത്ത് തവറക്കിന്റെ ഇരുത്തത്തിലേക്ക് മടങ്ങൽ സുന്നത്തുണ്ടോ? അങ്ങനെ മടങ്ങുകയാണെങ്കിൽ അയാളെ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കാരണം സുജൂദിന്റെ അതിർത്തിയിലേക്ക് തല പോയാൽ അങ്ങനെ എന്തൊക്കെയോ സുജൂദിന്റെ അതിർത്തിയിലേക്ക് ഇട്ടയുടെ നമസ്കാരം ബാത്തിലാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലായില്ല. അത് എങ്ങനെയെന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. പിന്നീട് അനുബന്ധിച്ചൊരു ചോദ്യം തന്നെ, ഇങ്ങനെ ഇരുത്തത്തിൽ വെക്കൽ നിർബന്ധമായ വല്ല അവയവങ്ങളുണ്ടോ? അപ്പൊ സുജൂദിലത്തെ 7 അവയവങ്ങൾ വെക്കൽ നിർബന്ധമാണ് എന്നതുപോലെ ഇരുത്തത്തിന് നിർബന്ധമായിട്ടുള്ള അവയവങ്ങളുണ്ട് ചോദിക്കാൻ കാരണം ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മുട്ടും കാലൊക്കെ പൊന്തി നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മൈക്ക് റിലീസ്. ഇരുത്തത്തിൽ അങ്ങനെ പ്രത്യേക നിർബന്ധമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഇരുത്തം പറഞ്ഞേക്ക് ഇഫ്തിറാഷിന്റെ ഇരുത്തമാവാം, തവറുക്കിന്റെ ഇരുത്തമാവാം, അതല്ലെങ്കിൽ തർബിയന്റെ ഇരുത്തമാകാം, ഇനി ഒന്നും അല്ലെങ്കിൽ കാല് നീട്ടി വെച്ചുള്ള ഇരുത്തം ഒക്കെ ആകാം. ഫർള് ഇരുത്തം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ആദ്യത്തെ ഒടൂൽ അത്തയ്യാത്തല്ലാത്തവർക്കൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുക, ഒടൂൽ അത്തയ്യാത്തിൽ തവറുക്കിന് ഇരുത്തം ഇരിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾക്ക് കാലിന്റെ മുട്ട് നിലത്ത് എത്തൂല, പൊന്തിക്കും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇഫ്തിറാഷിന്റെ ഇരുത്തം അല്ല, ഒടൂൽ അത്തയ്യാത്തിൽ തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കൽ സുന്നത്ത്. അപ്പൊ ഒരാള് ഓർമ്മയില്ലാതെ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നുപോയി, അതല്ലെങ്കിൽ ആദ്യത്തെ അത്തയ്യാത്തിൽ ഓർമ്മയില്ലാതെ തവറുക്കിന്റെ ഇരുത്തം ഇരുന്നുപോയി. എന്നാൽ അധികരിച്ച പ്രവൃത്തി വരാതെ ഒടൂൽ അത്തയ്യാത്തിൽ തവറുക്കിന്റെ രീതിയിലേക്ക് മാറിയിരിക്കലും ആദ്യത്തെ അത്തയ്യാത്തിൽ ഇഫ്തിറാഷിന്റെ രീതിയിലേക്ക് മാറിയിരിക്കലും നല്ലതാണ്. പക്ഷെ അധികരിച്ച പ്രവൃത്തി വരാതിരിക്കണം. അതിന് ഇനി ചിലപ്പോൾ ഈ ഇരുത്തത്തിൽ നിന്ന് തവറുക്കിന്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ നെറ്റിത്തടം കാൽമുട്ടിന്റെ മുൻവശത്തിനോട് നേരിടുന്ന നിലക്ക് കുമ്പിട്ട് പോയാൽ ഇരിക്കുന്നവരുടെ ചുരുങ്ങിയ ഏറ്റുദാരിന്റെ രൂപം വരുന്നത് കൊണ്ട് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന കാര്യമാണ്. അബദ്ധത്തിൽ സംഭവിച്ചത് കൊണ്ട് സെഹ്വിന്റെ സുജൂദ് സുന്നത്താവുന്നതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ല ശരി. കൽപ്പിക്കപ്പെട്ട ഒരു സുന്നത്തായ കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് അതുകൊണ്ട് നിസ്കാരത്തിന്റെ തകരാറൊന്നുമില്ല. പക്ഷേ കഴിയുന്നതും ആ രൂപം വരാതെ മാറിയിരിക്കാൻ നോക്കലാണ് സുന്നത്ത്. അഥവാ ഇനി ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ നിന്ന് തവറുക്കിന്റെ രൂപത്തിലേക്കോ തവറുക്കിന്റെ രൂപത്തിൽ നിന്നിട്ട് ഇഫ്തിറാഷിന്റെ രൂപത്തിലേക്കോ മാറൽ അധികരിച്ച പ്രവൃത്തിയോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അധികരിച്ച പ്രവൃത്തി ഇല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതും ആവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം: ഉറക്കത്തിൽ സ്ഖലനമുണ്ടായിരുന്നോ എന്ന് സംശയിച്ചാൽ കുളി നിർബന്ധമാണോ? സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പില്ല, സംശയമാണ്. രാത്രി അദ്ദേഹത്തിന്റെ വൈഫ് ഗർഭിണിയാണ്, ഇരട്ട കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വപ്നത്തിൽ സ്ഖലനമുണ്ടായോ എന്ന് സംശയത്തിന്റെ പേരിൽ കുളി നിർബന്ധമാവുകയില്ല. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ. സ്വപ്നത്തിൽ കണ്ടു സ്ഖലനം ഉണ്ടായതായിട്ട്, പക്ഷേ ഉണർന്നു നോക്കുമ്പോൾ സ്ഖലനത്തിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല, എന്നാൽ കുളിക്കേണ്ടതില്ല എന്ന് തന്നെ. ശരിയല്ലേ? അപ്പോ സ്ഖലനമുണ്ടായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കുളി നിർബന്ധമാവുകയുള്ളൂ. പിന്നെ സുഹൃത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ. തങ്ങൾ ബാപ്പ തന്നെ ദ്വാരക്കണേനൊക്കെ ഇപ്പൊ നമ്മൾ ദ്വാരുന്നാല് തങ്ങൾ ബാപ്പാന്റെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ എല്ലാ സാദാത്യങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ആ സഹോദരിക്ക് ആഫിയത്തും റാഹത്തും നൽകുകയും സ്വാലിഹായ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ റാഹത്തായ നിലക്ക് ഒരു നല്ല സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാൻ അല്ലാഹു തആല ആ സഹോദരിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വാലിഹായ അള്ളാഹുവിന് ത്വഅത്ത് ചെയ്യുന്ന ഖുർആൻ ഹിഫ്ളാക്കുന്ന ഒരു നല്ല കുഞ്ഞിന് ജന്മം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും. ഉസ്താദിന് വേറെ സംശയമുള്ളത്, ഒരാൾ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതുകയാണ്. ഈ ഓതുകന്റെ ഇടയ്ക്ക് ഇയാൾക്ക് ഉളു മുറിയുമെന്ന ഭയപ്പാടുണ്ടായി. ഇപ്പോ കീഴ്വാഴ പുറപ്പൽ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇയാളെ ഉളു നഷ്ടപ്പെടും എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാല് ഇയാൾക്ക് ഫറള് മാത്രം എടുത്ത് ചുരുക്കി അത്തഹിയ്യാത്ത് ഫുള്ളായിട്ട് ഓതി, പിന്നെ അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, പിന്നെ ഖറാഅത്ത് ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു മഗ്ഫിർലി എന്നും പറഞ്ഞുകൊണ്ട് സലാം ഇട്ടുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതോടൊപ്പം ചെറിയൊരു ചോദ്യം കൂടെ. നേരത്തെ പറഞ്ഞു ഇല്ലല്ല എന്ന് പറയുമ്പോഴാണ് ഹംസ ഉച്ചരിക്കുമ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത് എന്ന് പറഞ്ഞു. ഇല്ലല്ല എന്നുള്ളതിലെ ഹംസാണ് ഉദ്ദേശിച്ചത്, അതല്ല അല്ല എന്നുള്ളതിലെ ഹംസാണ് ഉദ്ദേശിച്ചത്. ബൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ആദ്യത്തെ ചോദ്യം ശരിക്കാണ് എനിക്ക് മനസ്സിലായില്ല, കാരണം ഞാൻ വേറെ ചെറിയൊരു സോലില് ശ്രദ്ധ വിട്ടുപോയി. ഇല്ലല്ല എന്ന് പറഞ്ഞത് അള്ള എന്നതിലുള്ള ഹംസ ഉച്ചരിക്കണില്ലല്ലോ ഹബീബേ. നിങ്ങളെ എന്തോ ഒരു സൂക്ഷ്മതയാണ് ചോദ്യം. സൂക്ഷ്മത കൂടിക്കാണ്ട് പണ്ട് ബനീസറായിക്കാര് കുടുങ്ങിയേക്ക് കുടുങ്ങണോ? ശരി, അള്ള എന്നതിലുള്ള ഹംസ കൂട്ടുച്ചരിക്കുമ്പോ അലിഫുലാമിന്റെ ഹംസയെ ഉച്ചരിക്കാറില്ലല്ലോ. നിങ്ങൾ തന്നെ ഒന്നുകൂടി പറഞ്ഞു നോക്കി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ എത്ര ഹംസ ഉണ്ടായി? ഇല്ലേൽ ഹംസ അല്ലാതെ അള്ളാഹ് എന്നതിൽ ഹംസ അവിടെ ഉച്ചരിച്ചണോ? ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോ ആകെ ഒരു ഹംസല്ലേ ഹബീബെ അവിടെ ഉച്ചരിച്ചിട്ടുള്ളൂ. മറ്റേ ചോദ്യം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ചെറിയ ഷോല് കൊണ്ടിട്ട് അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് രണ്ടാമത് വേണമെങ്കിൽ മൈക്ക് എടുത്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ ഉസ്താദ്, മനസ്സിലായി. രണ്ടാമത് ഞാൻ ചോദിച്ചത്, ഒരാൾ അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതുകയാണ്. ഓതുന്നതിന്റെ ഇടയ്ക്ക് അയാൾക്ക് അശുദ്ധിയാവുമെന്ന് ഭയപ്പെട്ടു. ഇപ്പൊ കീഴ്വാഴ പുറപ്പൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഉളു മുറിയെന്ന് ഭയപ്പെട്ടു. അപ്പൊ അയാള് ഫറളിന്മേൽ മാത്രം ചുരുക്കി അത്തഹിയ്യാത്ത് മുഴുവനായിട്ട് ഓതി, പിന്നെ സലാത്ത് അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലി ഖറാഅത്ത് ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു മഗ്ഫിർലി, ഇത് ഇങ്ങനെ ചുരുക്കിക്കൊണ്ട് സലാം കിട്ടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബൈക്ക് റിലീസ്. ഇല്ല, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് പൂർത്തിയാക്കുമ്പോഴേക്ക് വുളു മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന സാഹചര്യത്തിൽ ഫർളുകൾ മാത്രം എടുത്തു പൂർത്തിയാക്കി സലാം വീട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. കാരണം മറ്റേ ചിലപ്പോ നിയന്ത്രണം വിട്ടുകൊണ്ട് വുളു മുറിയാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുമ്പോൾ ആ നിസ്കാരം ബാത്തിലാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നല്ല സഹിയായ മഖ്സൂദ് ഉണ്ടല്ലോ,
അതോടുകൂടി സുന്നത്ത് ഒഴിവാക്കി ഫർളുകൾ മാത്രം എടുത്തുകൊണ്ട് സലാം വീട്ടാവുന്നതാണ്. അതിന് കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഒരു സലാം വീട്ടി കഴിഞ്ഞപ്പോട്ട് ഉതു മുറിഞ്ഞു പോയാലോ? അതാ നമ്മൾ പറഞ്ഞു, എന്നാ പിന്നെ രണ്ടാമത്തെ സലാം വീട്ടാൻ പാടില്ലാണും ഹറാമാണ്. അല്ല ഞാൻ തന്നെ നിസ്കാരം പൂർത്തിയാവും, നിസ്കാരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സുഹൃത്തിന് വേണ്ടിയാണ്. അദ്ദേഹം മൂത്രം പോകാത്ത ഒരു അസുഖം കൊണ്ട് അദ്ദേഹം അതിനെ കുഴലിട്ടിരിക്കുകയാണ്. മൂത്രം പോകാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ കുഴലിട്ടിട്ട് അദ്ദേഹത്തിന്റെ കാൽമിൽ തന്നെ ആ സഞ്ചി കെട്ടിയിരിക്കുകയാണ്. നടക്കുന്നത് കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ നിസ്കാരം അത് എങ്ങനെ നിർവഹിക്കണം, ഇങ്ങനെ ഈ സമയത്ത് അദ്ദേഹം വല്ലാത്തൊരു വിഷമത്തിലാണ്. ഉസ്താദത്തെ ദ്വാരിക്കുകയും ചെയ്യണം. മൂത്രം പോകാത്ത കാരണത്താൽ, നേരെ മൂത്രം പോകാത്ത കാരണത്താൽ അതിന് കുഴലിട്ടിട്ട് സഞ്ചി അദ്ദേഹത്തിന്റെ കാലിൽ തന്നെ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ എപ്പോ എല്ലാ വക്തിനും ഡോക്ടറെ അടുത്ത് പോയി അത് അയച്ചു മാറ്റുക എന്നത് സാധിക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം നിസ്കരിക്കേണ്ടത്, നിസ്കരിച്ചാൽ അദ്ദേഹം നിസ്കാരം ഖളാ വീട്ടണം, അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വല്ലാതെ അവിടെ എന്തോ ഒരു മേടന ശബ്ദം വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും വളരെ അടിയന്തരപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് മനസ്സിലായോടത്തോളം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ ഒന്നും വരാതെ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹബീബായ മുത്തു മുസ്തഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് കൊണ്ടും അവിടുത്തെ അഹ്ലു ബൈത്തിന്റെയും ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കിറാമിന്റെയും മറ്റെല്ലാ മഹാന്മാരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ സഹോദരന്റെ ആ രോഗം പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് അല്ലാഹു തആല എളുപ്പമാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പൈപ്പിട്ട് അതിന്റെ തലക്കൽ ഒരു സഞ്ചിയാണ്. അങ്ങനെ ആയിരിക്കും സാധാരണ മൂത്രത്തിന് പൈപ്പിട്ടാൽ. അപ്പോ ഓരോ സമയത്തും അത് എടുത്തു മാറ്റാൻ കഴിയില്ല, സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിത്യശുദ്ധിക്കാരുടെ വിധിയാണ്. കുറേശ്ശെ ഇങ്ങനെ മൂത്രം ഈ പൈപ്പിലൂടെ കിനിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ സ്വഭാവം. അപ്പൊ വഖത്ത് കടന്നതിന് ശേഷം, നിസ്കരിക്കാനുള്ള ഫർദ് നിസ്കാരത്തിന്റെ വഖത്ത് കടന്നതിന് ശേഷം സഞ്ചിയിലുള്ള മൂത്രം ഒഴിവാക്കി അടച്ച് വേഗം വുദു ചെയ്ത് ഫർദ് മാത്രം നിസ്കരിച്ച് അതിന്റെ ഇടക്ക് അല്പമൊക്കെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിത്യശുദ്ധിക്കാരുടെ അവസ്ഥയായതുകൊണ്ട് അദ്ദേഹത്തിന് അത് പൊറുക്കപ്പെടും. പിന്നീട് രോഗം മാറി ശിഫയായതിനു ശേഷം മടക്കി നിസ്കരിക്കേണ്ടതില്ല. കാരണം അതൊരു രോഗം എന്ന നിലക്ക് പലർക്കും സംഭവിക്കുന്ന സംഗതി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ മനഃപൂർവ്വമുള്ള വീഴ്ച ഇല്ലാത്തത് കൊണ്ടും അത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ വഖത്തിന് മുമ്പ് കൊടുത്തു വെക്കാൻ പറ്റൂല, നിത്യശുദ്ധിക്കാരനാണല്ലോ. അപ്പൊ വഖത്ത് കടന്നതിന് ശേഷം എന്താക്കുക, കിരിഞ്ഞ് ഈ സഞ്ചിയിൽ ഒരുമിച്ച് കൂടിയ മൂത്രം ഒഴിവാക്കി വൃത്തിയാക്കുക. എന്നിട്ട് അടച്ച് വേഗത്തിൽ വുദു ചെയ്ത് നിസ്കരിക്കുക. അതിന്റെ ഇടയ്ക്ക് കുറേശ്ശൊക്കെ കിരിഞ്ഞാൽ അത് അഫ്വ് ചെയ്യപ്പെടും. അങ്ങനെ ഫർദ് നിസ്കരിച്ചാൽ പിന്നീട് സുഖമായതിനു ശേഷം മടക്കി നിസ്കരിക്കേണ്ടി വരില്ല. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ആ സഹോദരന് പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുന്നു. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, സംശയമല്ല, ഒരു കാര്യം അറിയാനായിരുന്നു. ഞാനും മക്കളും ഇൻഷാ അല്ലാഹ് ഉംറക്ക് പുറപ്പെടുകയാണ്. പിന്നെ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. റാഹത്തായി ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് ആദ്യം മദീനത്തൊക്കെ പോകണം. പിന്നെ ഞായറാഴ്ച ഉംറക്ക് പോകും ഇൻഷാ അല്ലാഹ്. പിന്നെ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടെന്ന് പറഞ്ഞ അതിന്റെ പശ്ചാത്തലം ഉസ്താദ് വിവരിച്ചു തന്ന ജസാക്കല്ലാഹു ഖൈറൻ ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ദുആയിൽ എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മഖബൂലും മബ്റൂറുമായ ഉംറ ചെയ്യാനും ഹബീബ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും മറ്റ് ബദർ, ഉഹദ് പോലെയുള്ള പുണ്യസ്ഥലങ്ങള്, അതുപോലെ തന്നെ സിയാറത്ത് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് സിയാറത്ത് ചെയ്യാനും അല്ലാഹു തആല യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ എളുപ്പമാക്കി തരുമാറാകട്ടെ.
ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ ചെയ്ത് അള്ളാഹു തആല കബൂലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം അവിടേക്ക് എത്തുമ്പോൾ സാധുക്കളായ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തങ്ങൾ സ്വർഗത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോരുന്ന സമയത്ത് അവിടുന്ന് കൊണ്ടുവന്നതിൽ പെട്ടതാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലും മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ലും. അത് മനുഷ്യർക്ക് ബറക്കത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം പോരുമ്പം കൊണ്ടുവന്ന സാധനമാണ്. ഇവിടെ എത്തുമ്പോ അത് വലിയ പ്രകാശമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹജറുൽ അസ്വദ് കഅബ ഷരീഫിന്മേൽ സ്ഥാപിച്ചപ്പോ ആ കഅബ ഷരീഫിന്റെ പ്രകാശം ഇതിന്റെ പ്രകാശം കൊണ്ട് സൂര്യോദിച്ചേക്കുന്നു. പിന്നെ ദുന്യാവിന്റെ അവസ്ഥ രാവും പകലും ഞാൻ നിരക്കൂലല്ലോ. അതിനുവേണ്ടി തൽക്കാലം അല്ലാഹു തആല അതിന്റെ പ്രകാശത്തെ എടുത്തു കളഞ്ഞതാണ്. പിന്നെ അതിന്റെ ഒക്കെ പുറമെ ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല പടപ്പുകളോട് ഒരു അഹ്ദ് മീസാക്ക് ചെയ്തല്ലോ. ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ നിന്ന് മനുഷ്യരെ മുഴുവനും അണുരൂപത്തിൽ പുറപ്പെടുവിച്ച് അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അപ്പൊ ആളുകളൊക്കെ എന്ത് പറഞ്ഞു? ഖാലൂ ബല. ആദ്യം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉത്തരം പറഞ്ഞത്. അതിനെ തുടർന്ന് ബാക്കി എല്ലാവരും അതെ, നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ നിന്റെ അടിയാറുകളാണ് എന്ന് സമ്മതിച്ചു. അങ്ങനെ അത് കരാർ ചെയ്തു, ഒരു കടലാസിൽ എഴുതി രേഖപ്പെടുത്തി. അത് ഈ ഹജറുൽ അസ്വദിനോട് വായ തുറക്കാൻ പറയുകയും ആ വായിൽ അത് നിക്ഷേപിക്കപ്പെടുകയും അത് നാളെ പരലോകത്ത് അത് രണ്ടാമത് അല്ലാഹു തആല ഹാജരാക്കി ആ കരാർ പത്രം പുറത്തെടുത്ത് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നിങ്ങൾ മുമ്പ് കരാർ ചെയ്തിരുന്നു, ഇതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ എന്റെ അമ്പിയാക്കളെ അയച്ചുകൊണ്ടിരുന്നത് എന്ന് നിഷേധികൾക്ക് എതിരിൽ തെളിവാതിന് ഹാജരാക്കും എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഈമാനോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഹജറുൽ അസ്വദിനെ മുത്തുകയോ കൈകൊണ്ട് തൊട്ടുമുത്തുകയോ ചെയ്താൽ അവർക്കൊക്കെ അനുകൂലമായി നാളെ മഹ്ശറയിൽ ഈ ഹജറുൽ അസ്വദ് സാക്ഷി നിൽക്കും എന്നും മഹാന്മാരായ ഇമാമിയങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൂഫാൻ വന്ന് എല്ലാം വെള്ളത്തിനടി പോയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹജറുൽ അസ്വദിനെയും മഖാം ഇബ്രാഹിമിനെയും പ്രത്യേകമായി ജബൽ ഖുബൈസിന്റെ ഉള്ളിൽ നിക്ഷേപമായി സൂക്ഷിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് കഅബ പുനർനിർമ്മാണം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ ഹജറുൽ അസ്വദിനെ ആദ്യം കൊണ്ടുവന്നു കൊടുത്തു. അത് ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു. പിന്നീട് കഅബ ഉയർത്താൻ ആവശ്യമായ സമയത്ത് രണ്ടാമത് മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല് കൊണ്ടുവന്നു കൊടുത്തു. അതിന്മേൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ ഷരീഫിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഈ രണ്ട് കല്ലുകളും ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് പോരുന്ന സമയത്ത് കൊണ്ടുവന്ന കല്ലുകളാകുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ചോദ്യം 2-3 ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ കിഷോർ ഉസ്താദ് വേണ്ടി ചോദ്യം എനിക്ക് വരുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സുന്നത്തുസ്കാരത്തിൽ എന്തെങ്കിലും മറന്നാൽ സുഹബിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾ ഖുർആൻ ഹിഫ്ളാക്കുന്നതിന്റെ ശരീഅത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ഓരോ ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ചോദ്യം, ഈ സുഹബിന്റെ സുജൂദില് ചെല്ലണ ദിക്ർ സുബ്ഹാനല്ലാഹി എന്നാണോ അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി എന്നാണോ? ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായിരുന്നു. ഇൻഷാ അല്ലാഹ് കുറെ ചോദ്യം ഇൻഷാ അല്ലാഹ് വീണ്ടും മൈക്കെടുക്കുന്നതായിരിക്കും. സലാം സൗകര്യ പോരാട്ടത്തെ താഴെ സലാം സൗകര്യം മൈക്കെടുക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തോ ഒരു തിരിയൽ കുറവുണ്ടെന്നല്ലോ. അപ്പ ഫസ്റ്റിലെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. മൈക്ക് കുറച്ച് അധികം അടുത്ത് പിടിച്ചോ എന്നൊരു സംശയമുണ്ട്. ആദ്യത്തെ തിരിഞ്ഞില്ല. രണ്ടാമത് എന്തേ പറഞ്ഞ പെൺകുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ളാക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന്? ഒരു കുഴപ്പമില്ല.
പെൺകുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ളാക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ആൺകുട്ടികളെ പോലെ തന്നെ അള്ളാഹു തആല നമ്മളെ പെൺമക്കൾക്കും ഒക്കെ ഖുർആൻ ഹിഫ്ളാക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തുണ്ട് എന്ന് വെച്ചാല് ഹൈളോ നിഫാസോ ഉള്ള സമയത്ത് ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഓതാൻ പാടില്ല എന്ന നിയമം ബാധകമാണ്. അപ്പൊ പിന്നെ ഒരു ഇഷ്കാരി വരും. 40 ദിവസമൊക്കെ നിഫാസ് ഉണ്ടാവുന്ന ഒരു പെണ്ണ് 40 ദിവസം വരെ ഖുർആൻ ഓതാതിരുന്നാ പഠിച്ച ഖുർആൻ മറന്നു പോവല്ലോ. അതുപോലെ തന്നെ ചിലപ്പോ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ 7 ദിവസം ഹൈലുണ്ടാകുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഓതാതിരുന്നാലും മറന്നുപോകും. ഖുർആൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഖുർആൻ ഇങ്ങനെ എന്നും ഓതിക്കൊണ്ടിരിക്കുമ്പോഴേ ഹാഫിളായിട്ട് അറിയില്ല. ഹാഫിള് നിങ്ങളും ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നെങ്കിലേ ഹിഫ്ള് നിലനിർത്താൻ കഴിയുള്ളൂ. ഓത്ത് ഒഴിവാക്കിയാൽ അത് മറന്നുപോകും. അതിനു വേണ്ടിയിട്ട് പറഞ്ഞത് ഹിഫ്ളാക്കിയവർക്ക് മനസ്സിൽ നടത്താലോന്നാ. ഖുർആൻ തൊടാത്ത നിലക്ക് മുസാഫിൽ നോക്കാ, മനസ്സുകൊണ്ട് ഓതാം, ശരീരം കേൾക്കുന്ന നിലക്ക് ഓതാൻ പാടില്ല എന്നുള്ളൂ. അപ്പൊ ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് പഠിച്ച ഹിഫ്ള് മറന്നു പോകും എന്ന് തോന്നുകയാണെങ്കിൽ മറ്റൊരാളോട് ഖുർആൻ മറച്ചു വെപ്പിച്ച് നാവ് കൊണ്ട് ഓതാതെ നോക്കിയിട്ട് കൽബ് കൊണ്ട് ഓതുകയോ, അല്ലെങ്കിൽ ഖുർആൻ നോക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കാണാതെ തന്നെ കൽബ് കൊണ്ട് ഓതുകയോ ചെയ്യാവുന്നതാണ്. പെൺകുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ള് പഠിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെന്തേ പറഞ്ഞത്? സഹ്വിന്റെ സുജൂദിൽ ചൊല്ലേണ്ടത് എന്താണ് അതിന് പറയും നമുക്ക് 10 മിനിറ്റ്. ഏതായാലും ചുരുക്കി പറഞ്ഞുതരാം. സാധാരണ സുജൂദിലെല്ലാം ചൊല്ലുന്ന ദുആ ദിക്റുകൾ തന്നെയാണ് സഹ്വിന്റെ സുജൂദിലും ചൊല്ലേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നോ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി എന്നോ തുടങ്ങി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു തുടങ്ങിയ സുജൂദ് ദിക്റുകളൊക്കെ ആവാം. എന്നാൽ മറന്നുകൊണ്ട് ചിലപ്പോൾ സഹ്വിന്റെ സംഗതികൾ പറ്റുമ്പം സുബ്ഹാനമൻ ലാ യനാമു വലാ യസ്ഹു എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേകം സുന്നത്തില്ല. കാരണം സഹ്വിന്റെ സുജൂദ് എന്ന് പറഞ്ഞ ഒരു പേരാ. മറന്നതിന് മാത്രമല്ല, മനഃപൂർവ്വമാണെങ്കിലും ചിലപ്പോൾ സഹ്വിന്റെ സുജൂദ് വേണ്ടി വരും. ഉദാഹരണം, ഒരാൾ ഇടയിൽ അത്തയ്യാത്ത് കൽപ്പിച്ചൂട്ടി ഓതാതെന്നതാണ്, അല്ലെങ്കിൽ സുബൈന്റെ കുനൂത്ത് മനഃപൂർവ്വം ഓതാതിരുന്നതാണ്, എന്നാലും സഹ്വിന്റെ സുജൂദ് വേണമല്ലോ. അവിടെ മറവിയില്ലല്ലോ. അപ്പൊ അതൊരു പേരാണ്, മറവിന്നല്ല. മറന്നാലും ആ സ്ഥാനത്തിരിക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താലും സഹ്വിന്റെ സുജൂദ് വേണ്ടി വരും. അപ്പൊ സാധാരണ സുജൂദിൽ ചൊല്ലുന്നത് പോലെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നത് തന്നെ ചൊല്ലിയാൽ മതിയാവുന്നതാണ്. ഓക്കെ. ഇനി ഒന്ന് തൊലക്കൊരിഞ്ഞ് വേറെ ഒരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളോപ്പൻ എടുത്തോളി, എന്നിട്ട് അടുത്ത ആൾക്ക് ഇരിക്കുക. മൈക്ക് കുറച്ചധികം അടുത്ത് പിടിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. ശബ്ദത്തിന് എന്തോ ഒരു ഇതുണ്ട് ഇനി. അപ്പൊ ഒന്നുകൂടി കുറച്ച് മൈക്ക് വിട്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ തങ്ങളോപ്പൻ എടുത്തിട്ട് അടുത്ത ആളുകൾക്ക് എടുക്കാം. ഓക്കെ, മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് ഒന്ന് തിരിച്ചു പിടിച്ചായിരുന്നു. ചോദ്യമൊന്നുമില്ല. പിന്നെ സുന്നതസ്കാരത്തിൽ സഹബിന്റെ സുജൂദ് വല്ലതും മറന്നു പോയാൽ സഹബിന്റെ സുജൂദ് ചെയ്യണമായിരുന്നു ചോദ്യം. ഇൻഷാ അല്ലാഹ് അതായിരുന്നു ചോദ്യം. പിന്നെ സുജൂദിൽ സ്ത്രീകൾ കൈവെക്കേണ്ടതിന്റെ രീതി എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ തുടക്കം ഇപ്പോഴും മനസ്സിലായില്ല. എന്താ ഒരു അവ്യക്തത ആ ചോദ്യത്തില്? ടെസ്റ്റ് അടിച്ചാലും മതി. സ്ത്രീകൾ സുജൂദിൽ കൈവെക്കേണ്ടത് പുരുഷന്മാര് വെക്കുന്നത് പോലെ തന്നെ 2 ചുമലുകളുടെ നേരെയാണ് കൈവെക്കേണ്ടത്. പക്ഷേ പുരുഷന്മാർ കൈമുട്ട് 2 കൈ ശരീരത്തിന്റെ 2 ഭാഗത്ത് നിന്ന് അകറ്റിയാണ് പിടിക്കേണ്ടത്. സ്ത്രീകളാവുമ്പോൾ 2 ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ഈ വ്യത്യാസമേ ഉള്ളൂ. വെക്കേണ്ടത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും 2 കൂട്ടരും വെക്കേണ്ടത് 2 ചുമലുകൾക്ക് നേരെയായിക്കൊണ്ടാണ്. പക്ഷേ പുരുഷന്മാർ കൈ 2 ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് 2 കൈ അകറ്റി പിടിക്കണം. സ്ത്രീകൾ ശരീരഭാഗത്തേക്ക് ചേർത്ത് പിടിക്കണം. സുന്നത്ത് നിസ്കാരത്തിൽ സഹ്വിന്റെ സുജൂദ് അങ്ങനെ ഓക്കെ. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ഫർദ് നിസ്കാരത്തിലാണെങ്കിലും ഒക്കെ ഒരു കണക്കാണ്. സഹ്വിന്റെ കാരണങ്ങൾ ഉണ്ടായ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഉദാഹരണം, ഒരാള് സുന്നത്ത് നിസ്കരിക്കുമ്പോ നൃത്തത്തിന് വജ്ജത്ത് ഓതിയതിന് പകരം
അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോഴാണ് ഓർമ്മ വന്നത്, അള്ളാഹ് പടച്ചോനെ ആകപ്പം വജ്ജത്ത് ഓതിരതിന് പകരം ഞാൻ നല്ല 1-ാം നമ്പർ അത്തഹിയാത്താണല്ലോ ഓതിയത്. എന്നാൽ അവിടെ ഒരു സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇനി അതല്ലെങ്കിൽ അത്തയ്യാത്ത് കുത്തരുന്ന് കാണ്ട് ഇബൻ ഓർമ്മയില്ലാതെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അള്ളാഹ് പടച്ചോനെ ഞാനിപ്പോ അത്തയ്യാത്ത് ഓതുന്ന സമയത്താണല്ലോ ഈ ഫാത്തിഹ ഓതി. എന്നാൽ അവിടെ ഒരു സുജൂദ് സുന്നത്തുണ്ട്. അങ്ങനത്തെ സുന്നത്തുകളൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളിലും വരും. സഹ്വിന്റെ സുജൂദ് സുന്നത്താവുന്ന കാര്യങ്ങൾ ഫർദ് നിസ്കാരത്തിൽ സംഭവിച്ചാൽ സുജൂദ് സുന്നത്തുള്ളത് പോലെ സുന്നത്ത് നിസ്കാരങ്ങളിൽ സംഭവിച്ചാലും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ചെറിയൊരു ചോദ്യമുണ്ട് സാർ. പിന്നെ നേരത്തെ കൈ വിരല് ഉയർത്തിയതിനു ശേഷം കൈ അനക്കരുത് എന്ന് പറഞ്ഞതും അനക്കിയതിനും ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു. അനക്കിയതുമുണ്ട് അനക്കാത്തതുണ്ട് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേ സമയത്ത് ഇവിടെ വബറക്കാത്തുഹു എന്ന് പറയുന്നിടത്ത് മങ്കൂൽ മദ്ഹബിന്റെ മുഅ്തബദ് അങ്ങനെയല്ല, വബറക്കാത്തു ഇല്ല എന്നാണ്. പക്ഷെ അതിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. പിന്നെ എന്തുകൊണ്ട് പിന്നെ അത് ഷാഫി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് ഇതാ സഹൽ ഹദീസ് വഹുവ മദ്ഹബി എന്ന ഹദീസും കൂടെ ആണല്ലോ ഇതിൽ ഉദ്ധരിക്കുക. പിന്നെ ഇത്രയും അധികരിച്ചൊരു ഹദീസ് ഉണ്ടായി എന്തുകൊണ്ട് ഒരു പ്രാബല്യത്തിൽ വന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റൊരു ചോദ്യം ഞാൻ ഒരുപാട് സമയം കൈവക്കുന്നത് ഒന്നുകൂടെ ചോദിക്കാം. ഈ സലാം വീട്ടിയതിന് ശേഷം ഈ നെറ്റിത്തടം തടയാറുണ്ട് സുജൂദിന്റെ സ്ഥലത്ത്. അതിന് വല്ല അടിസ്ഥാനമുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ എന്താണ് ചെല്ലേണ്ടത് എന്നും കൂടെ അറിയാനാണ് മൈക്ക് പോട്ട്. അസ്സലാമു അലൈക്കും. ഈ ചെറിയ ചോദ്യം എന്ന് പറഞ്ഞാലേ ദുന്യാവിലെ ഏറ്റവും വലിയ ചോദ്യമാണ് ഈ കാര്യം. അതാണ് ഈ ചെറിയ ചോദ്യം എന്ന് പറയുന്നത്. ഈ ചെറിയ ചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. എന്തോ ഒരു ഇടങ്ങേറ് പിടിച്ചൊരു ചോദ്യമായിട്ടാണ് വരുന്നതെന്ന. മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞ എന്താന്നറിയോ, കുറെ ഹദീസുകളിൽ വബറക്കാത്തുഹു എന്ന് വന്നിട്ടുണ്ടല്ലോ. ഇതാ സഹൽ ഹദീസു മദ്ഹബി എന്നല്ലേ ഷാഫി ഇമാമ് പറഞ്ഞത്. അപ്പൊ പിന്നെ മദ്ഹബിൽ അത് മുഅ്തമദായിട്ട് സുന്നത്ത് എന്ന് വന്നിട്ടില്ലല്ലോ. കുറെ റിവായത്തുകളിൽ വന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ പറഞ്ഞു എന്നർത്ഥല്ല. ഒരാള് തന്നെ പറഞ്ഞതായി പല ത്വരീഖിലൂടെ വന്നിട്ടുണ്ട്. അതിന് ഈ ഹദീസിൽ വന്ന ഒക്കെ ഒരു അർത്ഥത്തിനല്ല വരിക, മറിച്ച് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അവിടെ പതിവായി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അധിക സന്ദർഭങ്ങളിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. പതിവായി ചെയ്യുന്നുണ്ടെങ്കിൽ മുഅക്കദായ സുന്നത്താണ് എന്നും, പല സന്ദർഭങ്ങളിലായി ചെയ്തിട്ടുണ്ടെങ്കിൽ സുന്നത്തിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്നും, വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രം സംഭവിച്ചതാണെങ്കിൽ അത് ജായിസ് ആണെന്ന് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുമാ. അപ്പൊ അതൊക്കെ ഇമാം ഷാഫി തങ്ങൾ സ്വീകരിച്ചത് തന്നെയാണ്. ഇതാ സഹൽ ഹദീസ് ഓ മദ്ഹബി, അതെന്റെ മദ്ഹബ്. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ പറഞ്ഞല്ലോ. ഒരാളിഞ്ഞോ ബറക്കാത്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിരുന്നോ? ആ പറഞ്ഞതിന്റെ അർത്ഥം ജായിസാണ് എന്നാ. അതായത് ഈ ചുരുക്കം ചില ഹദീസുകളിൽ അങ്ങനെ വന്നത് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായപ്പോ നിങ്ങൾക്ക്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വന്നതുപോലെ ഏത് വന്നിട്ടില്ല, ബറക്കാത്തുഹു വന്നിട്ടില്ല. എന്നാൽ ചില ഹദീസുകളിൽ അങ്ങനെ ഉണ്ട് താനും. എന്നിട്ട് എന്തുകൊണ്ട് മദ്ഹബിൽ അത് സുന്നത്താണെന്ന് പറഞ്ഞില്ല? പതിവായി നബി തങ്ങൾ ചെയ്തോ അധിക സന്ദർഭങ്ങളിലോ ചെയ്തതായി വന്നിട്ടില്ല, അതുകൊണ്ട് അത് സുന്നത്തല്ല. എന്നാൽ അപൂർവം സന്ദർഭങ്ങളിൽ വന്നതായി ചില ഹദീസുകളിൽ വന്നത്
ജായിസാണ് എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല, ജായിസാണ്. അതൊക്കെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ജവാസ് ജായിസാണ്, ഒരാൾ അങ്ങനെയാണ് ചെല്ലുകയാണ് ബറക്കാത്തു എന്ന് ഫർദുസ്കാരത്തിന് സലാം വീട്ടുമ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തല്ലുംപൊടി ഉണ്ടാവില്ല എന്നല്ല, ജായിസാണ്. ആ ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ തരീഖ്. മനസ്സിലായോ? പിന്നെന്തേ പറഞ്ഞ്? പിന്നെ പറഞ്ഞത് സലാം വീട്ടിയതിന്റെ ശേഷം, അതിന് സലാം വീട്ടി ഇനി തെർത്തീബൂടി പറഞ്ഞിട്ടാണ് അതൊക്കെ പറയാ. അതിന് വരുന്നുണ്ട്. സലാം വീട്ടിയതിന് ശേഷം കൈകൊണ്ട് നെറ്റിയിൽ തടകാനും അതുപോലെ തന്നെ പ്രത്യേക ദിക്ർ ചെല്ലാനും അവസാനം കൈ തലയിൽ വെച്ച് ദുആ ചെയ്യാനും ഒക്കെ പറയുന്ന ചില ഹദീസുകളിൽ വന്ന സംഗതികൾ പറയുന്നുണ്ട്. അത് അദ്കാറിൽ നബിമാവ് ബയാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറമെ ഫത്തുൽ മുഈൻ തെർഷ്യയിൽ അദ്ദേഹം അതും ബയാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ ചുരുങ്ങിയ തോതിൽ നമുക്കത് പറയുകയും ചെയ്യാം. അത് തെർത്തീബൂടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, നിസ്കരിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നിടത്ത് ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി എന്ത് മനസ്സിലാക്കുക, അങ്ങനെ സുന്നത്തുണ്ട്. സുജൂദ് ചെയ്ത നെറ്റിത്തടം കൈ കൊണ്ട് തടയിക്കൊണ്ട് ദിക്ർ ചൊല്ലി പ്രത്യേകം സുന്നത്തുണ്ട്. അതിന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീഹ് ദിക്ർ ചൊല്ലിയതായി ഹദീസിൽ വന്നിട്ടും ഉണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഷ്കുർ റസൂൽ എന്ന് പറയുന്ന സുഹൃത്ത് മൈക്ക് എടുക്കുന്നില്ല, കുറെ കാത്തൊക്കെ. എനിക്ക് പിയം വന്നത്, നഹ്സ് എന്നാൽ എന്താണ്? നഹ്സ് ഇസ്ലാമികം ആണോ അത് ജൂദായിസമാണെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫത്താവ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഇത് വല്ലതും സത്യമാണോ? ഇതിന്റെ വാസ്തവം എന്താണ്? ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ഒരു സുഹൃത്ത് പിയം അടിച്ചിരുന്നു. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് മൈക്കിൽ വെച്ച് ചെയ്യുന്നു. ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്സ് രണ്ട് ജാതി ഉണ്ട്. ഞങ്ങൾ പാപ്പ രണ്ട് ജാതി നഹ്സ് ഉണ്ട്. നഹ്സ് എന്ന് പറഞ്ഞാൽ സഅദിന്റെ നേരെ മാറ്റാം. സഅദ് എന്ന് പറഞ്ഞാലോ മെച്ചം, ഉത്തമം, ഗുണം എന്നൊക്കെയാണ്. അപ്പൊ അതിന്റെ നേരെ മാറ്റം ദുർലക്ഷണം, ഗുണമില്ലാത്തത്, മോശപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. എന്നാൽ നഹ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ദിവസം സുബഹി നിസ്കാരം ഖളാ ആയാൽ അന്നത്തെ ദിവസം അവന് നഹ്സാണ്. അത് ഇസ്ലാമികമാണ് എന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ജീവിതം എല്ലാ നിലക്കും ഒരു ദുർലക്ഷണാണ്. കാരണം എന്തുകൊണ്ട്? ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു തആല ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതോടുകൂടി ഫർളാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സുബഹി നിസ്കാരം. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവൻ അള്ളാന്റെ അമാനിലാണ് എന്ന് പറഞ്ഞു. അത് നഷ്ടപ്പെടുത്തിയ സ്ഥിതിക്ക് അന്ന് അവൻ ദുർലക്ഷണത്തിലാണ്, ഒന്നിനും ഒരു ഗുണമില്ല. സുബഹി നിസ്കാരം കളായ ദിവസം, മനസ്സിലായില്ലേ? അതുകൊണ്ട് അന്ന് ചെയ്യുന്നതൊക്കെ ഹറാമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല. അന്നൊരു ഗുണം കുറഞ്ഞ ദിവസമാണ്, കാരണം ലക്ഷണം കെട്ട ദിവസമാണ്, സുബഹി കളായല്ലോ. അങ്ങനെയുള്ള നഹ്സ് ഉണ്ട്. ഇനി വേറൊരു നഹ്സ് ഉണ്ട്. ഇത് ജൂതന്മാരൊക്കെ പഠിപ്പിക്കുന്ന ഒരു നഹ്സ്. മുഹറം പറഞ്ഞാൽ 1 മുതൽ 10 വരെ, അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ വീടെടുക്കാന്, വീട്ടിൽ താമസമാക്കാന്, വ്യാപാരം തുടങ്ങാന്, പുതിയ വസ്തുക്കൾ വാങ്ങാന്, പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാന്, ഇതൊന്നും പാടില്ലാത്ത ദിവസങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അത് ജൂതന്മാരിൽ നിന്നിട്ട് വന്നതാണ് ഈ മുഹറത്തിലെ നഹ്സ്. ഇനി മൂന്നാമത്തെ ഒരു നഹ്സ് ഉണ്ട്, ഇത് രണ്ടും അല്ലാത്ത. അതായത് ചില കാര്യങ്ങൾക്ക്
ഏറ്റവും ഉത്തമമായതും ഉത്തമം കുറഞ്ഞതും എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ വ്യാഴാഴ്ചയാണ് അധികവും യാത്ര പുറപ്പെടുക. അതുകൊണ്ട് വ്യാഴാഴ്ചയാണ് യാത്രക്ക് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഞായറാഴ്ചയായിരുന്നു, ഞായറാഴ്ച തിങ്കളാഴ്ച, അതും അല്ലെങ്കിൽ പിന്നെ ശനിയാഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര. അപ്പൊ നിങ്ങൾ ഏറ്റവും യാത്രക്ക് തെരഞ്ഞെടുത്ത ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചയാണ് നല്ലത്, അത് കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ചയാണ് നല്ലത്. ഇതിന്റെ വിപരീതമാവുമ്പോൾ നന്മ കുറവാണ്. അത് കരുതി പാടില്ല എന്നോ തെറ്റാണെന്നുള്ള അർത്ഥമില്ല. ഇപ്പൊ ഒരാൾ ചൊവ്വാഴ്ച ഒരു കാര്യം തുടങ്ങുകയാണ്, ഇസ്ലാമിനൊരു കുഴപ്പമില്ല. ഒരാൾ വെള്ളിയാഴ്ച ഒരു കാര്യം തുടങ്ങുകയാണ്, ജുമാക്ക് മുടക്കമില്ലാത്ത നിലക്കാണെങ്കിൽ ഒരു കുഴപ്പവും കൊണ്ടില്ല. പക്ഷേ യാത്ര പോകാൻ നല്ലത് വ്യാഴം, തിങ്കൾ, ശനി എന്ന രീതിയിലാണ്. ഇനി അത് സൗകര്യപ്പെട്ടില്ല, വേറൊരു ദിവസം പോകാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഇതിനർത്ഥമില്ല. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ചില ഹൈറായ കാര്യങ്ങളും മുസ്ലിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും ബർക്കത്തും ഒക്കെ ഉള്ള ദിവസങ്ങൾ, അത്തരം കാര്യങ്ങളിൽ നല്ല കാലം തുടങ്ങുന്നത് നല്ലതാണ് പറയും. നേരെ മറിച്ച് ചില വിപത്തുകൾ, രോഗങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്, അത്തരം കാര്യങ്ങളിൽ നല്ലതല്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ വരാം. അതിന് സയദിന്റെ പാട്ടിൽ ഉത്തമമല്ല എന്നുള്ള അർത്ഥത്തിലുള്ള നഹ്സ് ഇസ്ലാമിൽ വരാം. നേരത്തെ പറഞ്ഞേക്ക് സുബഹി ഖളായാൽ അന്നത്തെ ദിവസം നഹ്സാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കാര്യത്തിനും ഗുണമല്ല. കാരണം ഏറ്റവും വലിയ അവലക്ഷണമാവുന്ന സുബഹി നിസ്കാരം നഷ്ടപ്പെടുക എന്ന് പറയുന്ന സംഗതി സംഭവിച്ചതുകൊണ്ട് അന്നത്തെ ദിവസം ബർക്കത്ത് കുറയും എന്നുള്ള അർത്ഥത്തിന്. ഇങ്ങനെയൊക്കെയാണ് നഹ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഇല്ല എന്ന് പറഞ്ഞാലോ, ഇസ്ലാമിൽ നഹ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യമായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ പാടില്ല, ആ അർത്ഥത്തിലൊരു നഹ്സ് ഇസ്ലാമിലില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ സുബഹി നിസ്കരിയും നഷ്ടപ്പെട്ട ദിവസത്തിലാണെങ്കിൽ പോലും ഹലാലായ ഒരു കാര്യം ചെയ്യൽ ഹറാമാണെന്ന അർത്ഥത്തിലുള്ള നഹ്സ് ഇസ്ലാമിൽ ഇല്ല തന്നെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഷ്ക് റസൂൽ എടുക്കാത്തത് കൊണ്ട് മൈക്ക ചാടി എടുത്തതാണ്. അല്ലാഹു തആല പുറത്തു തരട്ടെ. ഉസ്താദിനോടൊരു ചോദ്യം ഉള്ളത്, ചോദിച്ചാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടും എനിക്കറിയാം, എന്നാലും അൽഹംദുലില്ലാ ഞാൻ ചോദിക്കുകയാണ്. ഉസ്താദിന്റെ ഇൽമിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അവിടുന്ന് പഠിപ്പിച്ചു തരുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ചോദ്യം ഉസ്താദ്, ഈ വിനീതന്റെ മിൽക്കില് ഒരു കുളമുണ്ട്. ആ കുളത്തില് ഉള്ള കാലത്തോളം ഞാൻ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ കൂടെ പോകുന്ന മുസ്ലിമീങ്ങൾക്കും എന്റെ ബന്ധപ്പെട്ട കുടുംബക്കാർക്കും അത് കുളിക്കാനും നനക്കാനൊക്കെ അത് വെള്ളം ഞാൻ അനുവദിച്ചു കൊടുത്തിരിക്കണം. ഇപ്പോ ആ കുളത്തിന്റെ ഒരു അല്ലറ ചില്ലറ ജോലികളുണ്ട്, വെള്ളം കുറവായതിന്റെ പേരിൽ വെള്ളം കൂടുതൽ കിട്ടാൻ വേണ്ടി. അപ്പൊ അത് ശരിപ്പെടുത്തി തരാ എന്ന് എല്ലാവരും കൂടി അവര് ശരിപ്പെടുത്തി തരാന്ന് പറഞ്ഞു. അത് എങ്ങനെ ശരിപ്പെടുത്തുന്നു എന്ന് ഞാൻ അന്വേഷിച്ചപ്പോ അവരൊക്കെ കച്ചവടക്കാരാണ്. അപ്പോ ആ കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപം ചെയ്യുന്നതിന്റെ ബാങ്കിൽ നിന്ന് എന്തായാലും കിട്ടുന്ന ഒരു ചെറിയ പലിശന്റെ കാശ് കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നേരാക്കിച്ച് അത് കുളിക്കാനും പിന്നെ നനക്കാനൊക്കെ കൊടുക്കാൻ അനുവദനീയമാവോ എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും അവരെ ഒരു പൊതുജനങ്ങൾ എന്ന് പറഞ്ഞ കുടുംബക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരുടെ ഉപകാരം നടക്കാൻ വേണ്ടി അങ്ങനെ അതിന്റെ കാശ് കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ലാഹു തആല അവിടുത്തെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പൂർണ്ണമാക്കി തരുമാറാട്ടെ. അപ്പൊ കുറച്ചൊക്കെ സുഖമുണ്ട് അറിഞ്ഞ് അല്ലേ? അൽഹംദുലില്ലാ. കുറച്ചു നേരത്തെ സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതിൽ ഖൈറില്ല, നിങ്ങളുടെ മിൽക്കിലുള്ള വസ്തു ആയത് കൊണ്ട് എന്തായാലും നിർബന്ധമായി വരുന്ന അത്യാവശ്യ ഘട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ആ ഡിപ്പോസിറ്റിന്റെ പലിശയായി വരുന്ന സംഖ്യ നമ്മൾ വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലും അത് ഉണ്ടാവും. നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വല്ല ശത്രുക്കളും അത് വാങ്ങി ഉപയോഗിക്കാൻ ഇടവരും എന്ന് വരുന്ന സാഹചര്യത്തിൽ പോലും അത് വാങ്ങി ഒരു വ്യക്തിക്ക് മിൽക്ക് വരുന്ന ഒരു കാര്യത്തിലും അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല.
നിങ്ങൾക്ക് മിൽക്കുള്ള സാധനമാണല്ലോ, ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി താങ്കൾ അനുവദിച്ചു കൊടുത്തു എന്നത് ഒരു ഖൈറാണ്. അതുകൊണ്ട് അത് പൊതു സ്വത്താകുന്നില്ല. മിൽക്ക് നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങളെ മിൽക്കിലുള്ള ഒരു വസ്തു ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ദുഷിച്ച കാശ് കൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് ഖൈറ് മാറ്റി ഷർറാക്കി മാറ്റിക്കളയും. അതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നതും മറ്റുള്ളതിൽ ഉപയോഗിക്കുന്നതും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഖൈറാണ്. അത് ഷെറിലേക്ക് മാറ്റാൻ അത് കാരണമാണ്. ആ കാശ് കൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. ഉദാഹരണം, ഒരു പഞ്ചായത്ത് കുളമുണ്ട് എന്ന് വെച്ചോളി. നമ്മളെ നാട്ടില് ഒരു പഞ്ചായത്ത് കുളമുണ്ട്. ഈ പഞ്ചായത്ത് കുളം ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കേടുന്നാണ്. അപ്പൊ അതൊന്ന് മണ്ണും ചളിയും മാരിയിട്ട് സൈഡൊക്കെ ഒന്ന് കെട്ടി നന്നാക്കണം എന്നുദ്ദേശിച്ചു. അതിന് ആ കാശ് ഉപയോഗിക്കാം. കാരണം എന്താ, പഞ്ചായത്ത് കുളം എന്ന് പറഞ്ഞത് ഗവൺമെന്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു പൊതു സംരംഭമാണ്. അതിൽ ഒരാൾക്കും മിൽക്കില്ല. അതാവാം. അതുപോലെ തന്നെ ഒരു പൊതു കിണറ്, ഉദാഹരണം നാട്ടില് ഒരു കോളനിയോടനുബന്ധിച്ച് ഒരു കുഴൽ കിണറ് പഞ്ചായത്തോ ബ്ലോക്കോ നിർമ്മിക്കുന്നു നോക്കിക്കോളി. അതിലെ മോട്ടർ കേടുന്ന്, ആ മോട്ടർ ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാശ് എടുത്തു വെക്കാം. കാരണം എന്താന്ന് വെച്ചാൽ അത് ഒരാൾക്കും മിൽക്കില്ല. ഗവൺമെന്റ് പൊതുജനങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാ. അതിലൊരു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടോർ വാങ്ങി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു പൊതു ഉപയോഗത്തിനുള്ളതാണ്. ഒരാളുടെ മിൽക്ക് വരൂല. ഇങ്ങനത്തേലില്ലാതെ ഒരാളുടെ മിൽക്ക് വരുന്ന വസ്തുവിൽ ഈ കാശ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് ഹബീസും മുഹ്ബസുമാണ്. സ്വയം ദുഷിച്ചതും മറ്റുള്ളതിനെ കേടുവരുത്തി ദുഷിപ്പിക്കുന്നതുമാണ്. അത് വാങ്ങി ഉപയോഗിക്കേണ്ട. അത് ഖൈറിനെ ഷർറാക്കി മാറ്റും. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, അടുത്ത ചോദ്യം വന്നത്, നിഫാസ് കുറഞ്ഞത് ഒരു സെക്കൻഡ് അല്ലേ, പിന്നെ ശുദ്ധിയായി കുളിച്ചു, പിന്നെ വരുന്ന രക്തം ഹൈലാണോ നിഫാസാണോ, ഹൈലാണോ നിഫാസിലാണോ പെടുക? ഇതിന്റെ ഇടയിൽ ശുദ്ധിയുടെ കാലാവധി എത്ര എന്നൊരു ചോദ്യം സ്ത്രീ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദുആസിട്ടുണ്ട് നമ്മുടെ കോട്ടൂർ ഉസ്താദ്, എന്റെ അമ്മോഷാക്കയും കോട്ടൂർ ഉസ്താദിന്റെ വലിയ അമ്മോഷാക്കയുമായ സെയ്ദലവി മുസ്ലിയാർ ബ്ലോക്ക് സംബന്ധമായ അസുഖത്താൽ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ ഐസിയുവിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ഉൾപ്പെടുത്തുക. ഈ ചോദ്യം നിഫാസിന് കുറഞ്ഞ ഒരു സെക്കൻഡ് ആണ്. ആ സെക്കൻഡ് ശുദ്ധിയായി കഴിഞ്ഞാൽ വീണ്ടും വരുന്നതിന്റെ ശക്തമായതാണോ നിഫാസാണോ, അതിന്റെ ഇടയിലുള്ള ശുദ്ധി എത്രയാണ് എന്ന് ചോദ്യം ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് മൈക്കുലേസിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ രോഗം എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ബർക്കത്ത് കൊണ്ടും അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ടും മഹാന്മാരായ സ്വഹാബത്തിന്റെയും സ്വാലിഹീങ്ങളായ എല്ലാ അടിയാറുകളുടെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ ബ്ലോക്ക് സംബന്ധമായ രോഗം പൂർണ്ണമായി ശിഫ നൽകി അല്ലാഹു തആല ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിഫാസിന്റെ ചുരുങ്ങിയത് ഒരു സെക്കൻഡും ആവാം. അങ്ങനെ അല്പസമയം നിഫാസ് ഉണ്ടായി, അത് പൂർണ്ണ ശുദ്ധി വന്നു. പിന്നീട് കാണുന്ന രക്തം ഇടവിട്ടിങ്ങനെ വന്നും പോയി നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ അതൊക്കെ നിഫാസ് ആണെന്ന് വെക്കാം. അതല്ല, പൂർണ്ണ ശുദ്ധി വന്നതിന് ശേഷം രണ്ടാമത് കാണുന്ന രക്തം ഹൈലാവാം. ഹൈലിന്റെ ഷർത്തൊക്കുകയാണെങ്കിൽ, അതായത് 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും 15 ദിവസത്തെക്കാൾ അധികരിക്കാതിരിക്കുകയും ചെയ്താൽ ഹൈലിന്റെയും നിഫാസിന്റെയും ഇടയിൽ എന്ത് വേണമെന്നില്ല, 15 ദിവസത്തെ ശുദ്ധി വേണം എന്നില്ല. അത് കുറഞ്ഞ സമയമായാലും ഹൈലും നിഫാസും വേർതിരിയും. പക്ഷേ ഒരു സ്ത്രീക്ക് 15 ദിവസത്തിന്റെ ഇടക്ക് ആദ്യം പ്രസവിച്ച ഉടനെ തീരെ രക്തം കണ്ടില്ല, പിന്നെ 15 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒക്കെ രക്തം കണ്ടാൽ അതൊക്കെ നിഫാസായിട്ട് തന്നെ കൂട്ടാം. തീരെ നിഫാസ് ഉണ്ടായിട്ടില്ല എന്ന് വെക്കാൻ പറ്റൂന്നതല്ല. അതേ സമയത്ത് നിഫാസ് ഉണ്ടായി പൂർണ്ണ ശുദ്ധി കണ്ടു, പൂർണ്ണ ശുദ്ധി കണ്ടതിന്റെ ശേഷം
പിന്നീട് നിഫാസ് ശേഷം കാണുന്ന ഹൈലിന് നിഫാസിന്റെയും ഹൈലിന്റെ ഇടയിൽ ശുദ്ധിയുടെ കാലം അല്പസമയമായാലും നിഫാസ് കഴിഞ്ഞു, പിന്നീട് ഉണ്ടായത് ഹൈലാണെന്ന് വെക്കാം. പക്ഷെ പിന്നീട് കണ്ടത് ഹൈലാണെന്ന് വെക്കണമെങ്കിൽ എന്ത് വേണം? ചുരുങ്ങിയത് 24 മണിക്കൂറിൽ കുറയാത്ത രക്തമാവുകയും 15 ദിവസത്തിൽ കൂടാത്തതാവുകയും വേണം. ഓക്കെ. അസ്സലാമലൈക്കും ഉസ്താദെ, ഒരു സഫറിന്റെ വിഷയമാണ്. ഒരു ഉദാഹരണം പോലെ ഞാൻ പറയുന്നത് ഉസ്താദെ, ഞാൻ കാസർഗോഡുകാരനാണ്. ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ആടെ ഞാൻ ജോലി ചെയ്യൽ. അപ്പം ആടെ പോയിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് കാസർഗോഡ് വരും. വന്നിട്ട് 2 ദിവസം ഞാൻ നാട്ടിലുണ്ടാവും, പിന്നെ വീണ്ടും പോവും. അപ്പോൾ ഈ കാസർഗോഡ് വന്ന സമയത്ത്, വീട്ടിൽ വന്ന സമയത്ത് 2 ദിവസമാണല്ലോ ഉള്ളത്. അപ്പോൾ ആ സഫറിന്റെ ജമ്മു കസർ നടത്താമോ എന്നുള്ളതാണ് ഉസ്താദ് ചോദ്യം. നല്ല ചോദ്യ. കാസർഗോഡുകാരനാണ്, ഭാര്യയും മക്കളും വീടുമൊക്കെ കാസർഗോഡ് തന്നെയാണ്. പക്ഷേ പുറത്ത് തമിഴ്നാട്ടിലെവിടെയോ ജോലിയോ ബിസിനസ്സോ ഏർപ്പാടോ ആയിട്ട് പോകുന്ന ആളാണ്. 2 മാസത്തിലൊരിക്കൽ 1-2 ദിവസം വീട്ടിൽ നിന്ന് പോകുന്നതാണെങ്കിലും നാട്ടിലെത്തിയതോടുകൂടി സഫറിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നിൽക്കും. പിന്നെ യാത്ര പുറപ്പെടുന്നതോടുകൂടി രണ്ടാമത് തുടങ്ങുകയാണ് ചെയ്യുക. കാരണം ഈ സഫർ മുറിയുക, യാത്ര മുറിഞ്ഞ് ജമ്മു കസർ പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നിർത്തപ്പെടണമെങ്കിൽ ഒരു പക്ഷേ സ്വദേശത്തെത്തിയാൽ എന്താവും? ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ നിൽക്കും. സ്വദേശമല്ലാത്ത പുറത്തൊരു സ്ഥലത്താണെങ്കിൽ 4 ദിവസത്തിൽ താഴെയുള്ള ദിവസം താമസിക്കാൻ കരുതിയാൽ അവിടെ പൂർണ്ണമായ 4 ദിവസം ആകുന്നത് വരെ ജമ്മു കസൂറൊക്കെ ആക്കാം. 4 ദിവസം താമസിക്കാൻ കരുതുകയോ അതല്ലെങ്കിൽ പൂർണ്ണമായ 4 ദിവസം താമസിക്കുകയോ ചെയ്താൽ പിന്നെ ജമ്മു കസൂറാക്കാൻ പറ്റൂല. ഇതൊക്കെ സ്വദേശമല്ലാത്തോടത്തെ നിയമമാണ്. സ്വദേശത്തെത്തിയാൽ തന്നെ സഫറിന്റെ ഹുക്കുമ് മുറിയുകയും ജമ്മു കസൂറാക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പൊ സംഗതി 2 ദിവസമേ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോഴും കണക്കനുസരിച്ച് കാസർഗോഡുകാരൻ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കാസർഗോഡ് നിങ്ങളെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ നിങ്ങളുടെ യാത്രാനുകൂല്യങ്ങളൊക്കെ നിലച്ചു. പൂർണ്ണമായി നിസ്കരിക്കണം, കസറാക്കണം പാടില്ല, ജമ്മാക്കാൻ പാടില്ല, അതിന്റെ വക്തിൽ തന്നെ നിസ്കരിക്കണം. അത് 2 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാരനായി നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് കൊണ്ടാണ്. ബാക്കി പുറമൊരു സ്ഥലത്താണെങ്കിൽ 4 ദിവസം പൂർണ്ണമായി താമസിക്കാൻ കരുതുകയോ അതല്ലെങ്കിൽ പൂർണ്ണമായ 4 ദിവസം താമസിക്കുകയോ ചെയ്താലേ മുറിയുള്ളൂ എന്ന് പറഞ്ഞത് സ്വദേശത്തിന് ബാധകമല്ല, മറ്റുള്ള സ്ഥലത്താണ്. സ്വദേശത്ത് എത്തുമ്പോൾ തന്നെ സഫർ മുറിയും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. കേൾക്കുന്നുണ്ട് ഉസ്താദ്? ഞാൻ വെച്ച വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഗ്യാസ് അടുപ്പുള്ളത്. അതിന് വല്ല ദോഷമുണ്ടോ എന്ന് സംശയമാണ് ഞാൻ വിളിക്കുന്നത്. ദ്വാസത്തോടെ അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, യാതൊരു ദോഷവും ഹറാമും അല്ല, കറാത്തും അല്ല. അതാണ് ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്ന ദോഷം. അല്ലാതെ വല്ല കുറ്റിയടിക്കാൻ അറിയുന്ന തുറാബിന്റെ ഇൽമുള്ള ആളുകളോട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാല് വാസ്തു വിദ്യാപ്രകാരം വല്ല തകരാറുണ്ടോ ഇല്ലേ എന്നാണ് ആ ചോദ്യം. അതറിയുന്ന ഉസ്താദന്മാരോടോ അല്ലെങ്കിൽ അതറിയുന്ന ഏതെങ്കിലും തങ്ങന്മാരോടോ ഒക്കെ ചോദിക്കേണ്ട തുറാബിന്റെ ഇൽമുള്ള. ഞാനിപ്പോ ഇവിടെ പറയുന്ന ശറഈന്റെ അഹ്കാമുകളിൽപ്പെട്ട ഫർള്, സുന്നത്ത്, ഹലാല്, കറാഹത്ത്, ഹറാമ്, ഈ പറയുന്ന 5 വിധിയാണ്. അവിടെ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഹറാമാണോ അല്ലെങ്കിൽ കറാഹത്താണോ എന്നാണ് ഞാൻ അർത്ഥം വെക്കുക. അത് രണ്ടും ഇല്ല. മനസ്സിലായില്ലേ? പടിഞ്ഞാറേ ഭാഗത്ത് ഗ്യാസ് അടുപ്പ് വെച്ചത് ഇസ്ലാം നിയമപ്രകാരം ഹറാമും അല്ല കറാഹത്തും അല്ല. അതുകൊണ്ട് ഫിഖിന്റെ ഭാഷയിൽ അതിൽ കുഴപ്പം ഇല്ല.
വാസ്തുവിദ്യ പ്രകാരം അതിൽ വല്ല കുഴപ്പമുണ്ടോ എന്നറിയണമെങ്കിൽ തുറാബിന്റെ ഇൽമുള്ള വല്ല ആളുകളോടും അന്വേഷിക്കേണ്ടതാണ് എന്ന് സുഹൃത്തിനോട് പറയുന്നു. ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഫിഖ്ഹിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ സൂപ്പർ ഗ്ലൂ പോലെയുള്ള കയ്യിൽ നിന്ന് നീക്കാൻ കഴിയാത്ത വല്ല സാധനങ്ങളും നമ്മളെ ഉദുവിന്റെ അവയവത്തിലായാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പള്ളിയിലെ പണി നടക്കുന്നത് കൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത്. അത് ക്ഷമിക്കണമെന്ന് പറയുന്നു. എന്നാൽ സംശയം ചോദിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അഥവാ സൂപ്പർ ഗ്ലൂ പോലെ നമുക്ക് നീക്കാൻ കഴിയാത്ത അതികഠിനമായ എന്ത് തേച്ചിട്ട് അത് പോകുന്നില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് ഉദു എടുക്കണമെങ്കിൽ? അതൊന്ന് സാർ പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ബർക്കത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് അതിന് വല്ല കെമിക്കലും ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ ഗ്ലൂ പോലെയുള്ളതിനെ ഇളക്കി കളയാൻ പറ്റുന്നത് ഉണ്ടാവും. അത്തരം വാങ്ങി ഇളക്കി കളയുക തന്നെ വേണം. വുദൂന്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന ഗ്ലൂ പോലെയുള്ളത് ഉള്ളതോടുകൂടി വുദൂ ചെയ്താൽ വുദൂ സഹിയാവില്ല എന്നത് തന്നെയാണ് ഷാഫി മദ്ഹബിൽ. അപ്പൊ ആ ഷാഫി മദ്ഹബ് അനുസരിച്ച് വുദൂ ചെയ്യുന്നവർ അതിന് പറ്റുന്ന, അത് ഇളക്കിക്കളയാൻ പറ്റുന്ന വല്ല കെമിക്കലും അന്വേഷിച്ച് കണ്ടെത്തി അത് വാങ്ങി അത് ഉപയോഗിച്ചുകൊണ്ട് അത് കറ ഇളക്കി കളഞ്ഞ് തന്നെ വുദൂ ചെയ്യണം. അതേ സമയത്ത് മറ്റ് മദ്ഹബുകളിലൊക്കെ കുറഞ്ഞ ഭാഗത്തൊക്കെ ആണെങ്കിൽ അഫു ഉണ്ടാവും. ഹനഫി മദ്ഹബിലൊക്കെ ഒരു അവയവത്തിന്റെ 4/1 ഭാഗത്തിൽ കുറഞ്ഞ ഭാഗമൊക്കെ മറുണ്ടെങ്കിലും സഹിയാവും എന്നുള്ള കൗലൊക്കെ എടുത്ത് ആ മദ്ഹബ് അനുസരിച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് ഷർത്തും ഫർദോ ബാത്തിലാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രം. നമ്മളെ മദ്ഹബ് അനുസരിച്ച് അത്തരം വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന വസ്തുക്കൾ ഫർലായ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നീക്കി കളഞ്ഞെങ്കിൽ തന്നെ വുദൂ സഹിയാവുകയുള്ളൂ എന്ന്. സമയം അള്ളാഹ് വളരെ പരിമിതമാണ്. സമയം ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞും ചെയ്ത് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി ബാങ്കിനായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈറും ബറക്കത്തും തരട്ടെ. പാപങ്ങളും ദോഷങ്ങളും ഒക്കെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. ഇനി ബാക്കിയുള്ളവർ ക്ഷമിക്കുക. സമയമില്ലാത്തത് കൊണ്ടാണ് നിർത്തുന്നത്. നിങ്ങളെ ചോദ്യം പരിഗണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അസർ ബാങ്ക് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഇപ്പോൾ തൽക്കാലം തുടരാൻ നിവൃത്തിയില്ല. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും ശനിയാഴ്ച കാണാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങൾ നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തടസ്സങ്ങളും നീ നീക്കി സലാമത്തും റാഹത്തും നൽകണേ അല്ലാ. രോഗികളുടെ രോഗം നീ ഷിഫയാക്കി തരണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നീ നാഫിയായ ഇൽമു കൊടുത്തുകൊണ്ട് അവരെ ഉന്നത സ്ഥാനത്ത് നീ എത്തിക്കണേ റഹ്മാനെ. പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ റഹ്മാനെ. കച്ചവടങ്ങളിലും തൊഴിലുകളിലും മറ്റ് ഏർപ്പാടുകളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും ഏറ്റിത്തരണേ തമ്പുരാനെ. എല്ലാവിധ പ്രയാസങ്ങളും നിയമ തടസ്സങ്ങളും നീക്കി റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ റബ്ബെ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി വെളിച്ചമേകണേ റഹ്മാനെ. റബ്ബെ, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ റഹ്മാനെ. പടച്ചവനെ, പ്രിയപ്പെട്ട ഞങ്ങൾ ഉസ്താദന്മാര് ഉമ്മവാപ്പമാര് പോലത്തെവർക്കൊക്കെ മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാ. ഞങ്ങളെ നേതാക്കന്മാര്, ഞങ്ങളുടെ ഉസ്താദന്മാര്, പ്രിയപ്പെട്ട ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് നാളെ കൽപ്പറ്റയിൽ വെച്ച് സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളന പ്രഖ്യാപനമാണ്. നാളെ അസ്ർസ്കരിച്ചത് മുതൽ 4:30 മുതൽ തുടങ്ങുന്ന ബഹുമാനപ്പെട്ട
ഖമറുലുലമ ഉസ്താദ് അവர்களுടെ പ്രഖ്യാപനത്തോടുകൂടി ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന 60ാം വാർഷിക പരിപാടികളുടെ പദ്ധതി പ്രഖ്യാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദന്മാർക്കും പ്രവർത്തകന്മാർക്കും ഒക്കെ വമ്പിച്ച വിജയവും ഖൈറും ബറക്കത്തും സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരുപാട് തൗഫീഖും ഭാഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പിന്നിൽ അണിനിരന്ന് അവർ കാണിച്ചു തരുന്ന സൽപാന്താവിൽ ജീവിച്ചു മരിക്കാൻ, ആ മാർഗത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും അല്ലാഹു തആല നമ്മളെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും ഞങ്ങൾക്ക് നീ തരണേ പടച്ചോനെ. ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കുന്ന പരിചരിക്കുന്നവർക്ക് ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാഹ്. ജീവിക്കാനും കുടുംബം പോറ്റാനും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. ഹലാലായ മാർഗത്തിൽ ഐശ്വര്യം തരണേ റഹ്മാനെ. അവസാനം മരണം ഖൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് വസിയത്ത് പറഞ്ഞ് കാമിലായ ഈമാനോടുകൂടി ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി തരണേ റഹ്മാനെ. മഹ്ശറ വൻസബിൽ ചുട്ടുകൊള്ളുന്ന സമയത്ത് നിന്റെ അർശിന്റെ തണലേഖപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ എളിയവരായ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഹബീബിന്റെ ചാരത്തണഞ്ഞ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ, അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാനും ഭാഗ്യം കിട്ടുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ഇത്ഖീലണേ റഹ്മാനെ. പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ, മക്കള്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്നവർ, ദീനിന്റെ പേരിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോട് ദുആവത്ത് ചെയ്ത, ഞങ്ങൾ ദുആവത്ത് ഏറ്റെടുത്ത എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലും ആഫിയത്തിലും ആക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹ്നാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.